മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്ത. മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്തതാരേ. മക്കതൻ മണൽ തരിയും കോരിത്തരിപ്പിച്ച നൂറേ, അഹദിന്നൊളിയേ ആരംഭത്വാഹാ റസൂലേ. മക്കയുടെ താഴ്വരയിൽ വിരിഞ്ഞൊരു മലരെ, ആ മലരിൻ നറുമണം നുകരാത്തതാരേ. ആമിന തന്നുടെ പൊന്മകനായി, പുണ്യപ്രവാചകരിൽ അവസാനമായി. ആമിന തന്നുടെ പൊന്മകനായി, പുണ്യപ്രവാചകരിൽ അവസാനമായി. മാനവർക്കൊക്കെ അനുഗ്രഹമായി, മക്കത്തുദീച്ച ഹബീബോരേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من عمل عملا ليس عليه أمرنا فهو رد. شفيعنا وحبيبنا محمد رسول الله صلى الله عليه وسلم. لما تشفع آدم من ذنبه غفر الإله له وكان غفورا. وكذاك نوح في السفينة قد نجا بمحمد فاسأل بذاك خبيرا. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർ, മുതഅല്ലിമീങ്ങൾ, ഉമറാക്കൾ, ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട കാരണവന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുകയും അതിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സബബായി, കാരണമായി അല്ലാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കട്ടെ. നമ്മുടെ മദ്ഹർ കേരളത്തിനകത്തും പുറത്തും ധാരാളം പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിച്ച മദ്ഹറിന്റെ ദശവാർഷികം, അതിന്റെ പ്രചരണാർത്ഥം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും പകർത്താനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മുഖാമുഖം പരിപാടിയാണ് തുടങ്ങാനിരിക്കുന്നത്. സ്വാഭാവികമായും മുഖാമുഖം എന്ന് പേരിട്ട് നമ്മൾ പ്രസംഗിച്ചു നീട്ടുന്നത് ശരിയല്ല. പ്രസംഗിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല, ചിലപ്പോ പ്രസംഗം കൂടിയാൽ ചോദ്യം ഭയന്ന് പ്രസംഗം നീട്ടി എന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട്
ഞാൻ ആമുഖം വളരെ ചുരുക്കി. നേരത്തെ ഇവിടെ ഉസ്താദുമാരൊക്കെ പ്രഭാഷണം നടത്തി, മഗ്‌രിബിന് മുമ്പും ശേഷവുമാണ്. ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സലഫികളും വഹാബികളുമൊക്കെ ചോദ്യം ചോദിക്കാൻ എത്തുമെന്ന് തന്നെയാണ്. കാരണം അവര് ചോദ്യം ചോദിക്കാതെ മാറി നിന്നാൽ അവര് മാത്രമല്ല, അവരെ പ്രസ്ഥാനവും മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണല്ലോ പോവുക. ഏതായാലും ഒരാദർശം അവർക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കും. സംഘടന എടുത്ത തീരുമാനങ്ങൾക്കപ്പുറം പരലോകമെന്ന ഒരു ലോകമുണ്ടെന്നും അവിടെ വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്ന സർവ്വ സഹോദരങ്ങളും ഈ വിഷയവുമായി വന്ന് ചോദ്യം ചോദിച്ച് സത്യം മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ഉസ്താദുമാർ സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്കനുസരിച്ച് അവസരോചിതമായി എല്ലാവരും ഇടപെടും. ഞാൻ പറയുന്നത് മഹാനായ നമ്മുടെ നേതാവ് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നതുപോലെ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ സുഖമാണ്. കൂടുതൽ പ്രസംഗിക്കാതെ ഏതാണ് ഹഖിന്റെ ഭാഗമെന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ രേഖകൾ തെളിഞ്ഞു കാണും. എന്തിനാണ് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ തന്നെ നിലനിൽക്കുന്നത്? ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ വലിയ ചൂടുപിടിച്ച പ്രചരണവും ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചേരുകയൊക്കെ ചെയ്യുന്നു പലരും. പക്ഷേ അതുപോലെയല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉപ്പാപ്പമാർ ഈ പ്രദേശത്ത് തന്നെ ധാരാളം സാദാത്യങ്ങളും ആലിമീങ്ങളും ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ പോലെയുള്ള ഒരുപാട് മഹോന്നതരായ പണ്ഡിത ശ്രേഷ്ഠർ സാദാത്യങ്ങൾ പൊസോട്ടുതങ്ങൾ അല്ലാഹ് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. അവരുടെ തണലാണ് നമുക്കെപ്പോഴും. മുഖാമുഖം നടത്തിയാലും പ്രസംഗം നടത്തിയാലും വാദപ്രതിവാദം നടത്തിയാലും എല്ലാ സമയത്തും നമുക്ക് നിർദ്ദേശം നൽകാനും നമുക്കെല്ലാം തരാനുമുള്ളത് നമ്മുടെ ഉസ്താദുമാരും. ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അവിടത്തെ സ്മരിക്കാതെ ഒരു പരിപാടിയും തുടങ്ങാൻ നമുക്ക് സാധ്യമല്ല. ഏത് വാദപ്രതിവാദമായാലും ഖണ്ഡനമായാലും മുഖാമുഖമായാലും അതിനെല്ലാം ആവശ്യമായത് ഒരു കൂട്ടുകാരനെ പോലെ നമ്മെ മുന്നിലിരുത്തി പഠിപ്പിച്ച് അതിനുവേണ്ടി തയ്യാറാക്കി എല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തി പഠിപ്പിച്ച ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹുവേ നീ അവിടുത്തെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. ഈ മഹത്തായ മജ്‌ലിസിന്റെ ദുആഇന്റെ ഫലം അവിടുത്തെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. വിശുദ്ധ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ഗുരുവര്യരുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മുഖാമുഖത്തിന്റെ കൂലി എന്തായാലും ഒരു കൂലി ഉസ്താദിനുണ്ടാവുന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. എല്ലാവരും മരിച്ചു, അതിൽ തർക്കമില്ല. മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അതിന് സലഫിയും വഹാബിയും സുന്നിയൊന്നുമില്ല, എല്ലാവരും വരും. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല ഇതുവരെ. വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും മരണപ്പെടുമ്പോൾ സഹോദരന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചു പോകും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉത്തമ കലിമത്തു തൗഹീദ് അത് പറഞ്ഞുകൊണ്ടാണ് മരിച്ചു പോകേണ്ടത്. അത് പറഞ്ഞ് മരിക്കാനുള്ള യോഗ്യത എന്താണ്? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹുവാണ് റബ്ബെന്ന് സമ്മതിച്ചവർ, നേരായ മാർഗത്തിലൂടെ നടന്നവർ, അവരുടെ മരണത്തിന്റെ സമയമാകുമ്പോൾ മലക്കുകൾ അവരെ സമീപിക്കുന്നു, അവരോട് സന്തോഷം പറയുന്നു, അവർക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു, സ്വർഗമുണ്ടെന്ന് ഉറപ്പു നൽകുന്നു, അവർ സന്തോഷത്തോടെ മരിച്ചു പോകുന്നു. ആരാണിവർ? നേരായ വഴിയിൽ സഞ്ചരിച്ചവർ.
ഏതാ നേരായ വഴി? നേരായ വഴിയെന്ന് അതും വിശുദ്ധ ഖുർആനാണ് പറയേണ്ടത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തു തരണം. ഏതായി നേരായ വഴി? ചൊവ്വായ വഴി. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. സിറാത്തുൽ കിതാബി വസ്സുന്ന എന്നല്ല, സംഗതി അങ്ങനെ തന്നെയാണ്. കിതാബിന്റെയും സുന്നത്തിന്റെയും വഴി എന്നല്ല പറഞ്ഞത്, അതന്നെയാണ് സിറാത്തുൽ മുസ്തഖീം. പക്ഷെ അവിടെ പറഞ്ഞ ശൈലി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതെന്താ അങ്ങനെ? കാരണം എല്ലാ ആളുകളും വന്നാലും ഞങ്ങൾ ഖുർആന്റെ ആള്, സുന്നത്തിന്റെ ആള്, ഇത് പറയാത്ത ഒരു സാധനം ലോകത്തുണ്ട്. ഇപ്പൊ കാണാനില്ലാത്തൊരു മൗലവി ഉണ്ട് കേരളത്തിൽ. ചേകനൂര് മൗലവി അയാൾക്ക് പറയും. നിസ്കാരം ഖളാ വീട്ടാൻ പോയതാന്ന് പ്രബലമായ അഭിപ്രായം. 3 വക്ത് നിസ്കാരമുള്ളൂ എന്നാ മൂപ്പര് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ തലക്കടത്തൂർ എന്ന പ്രദേശത്ത് ഒരു ചങ്ങാതി വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്ന പേരിൽ ഒരാൾ. അപ്പൊ അയാൾ അസുഖം എന്താണ് പറയുന്നത്? ഖുർആൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഖുർആൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് പൊന്മള ഉസ്താദിനോട് സംസാരിക്കാൻ വേണ്ടി വന്ന സംഭവം ഉസ്താദ് പറഞ്ഞു. ഇയാള് ഉസ്താദിനെ സമീപിച്ചു പറഞ്ഞു, എനിക്കൊരൽപ്പങ്ങളോട് സംസാരിക്കാനുണ്ട്, എന്നോട് ഖുർആൻ ഇങ്ങനെ സംസാരിക്കുന്നു. ഉസ്താദ് പറഞ്ഞു, എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, പക്ഷെ അത് ജനങ്ങൾ പറഞ്ഞിട്ട്, ഞാനത് ജനങ്ങളോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അവരെന്നെ ഭ്രാന്തനാക്കുകയാണ്. അപ്പൊ പൊന്മള ഉസ്താദ് പറഞ്ഞത്രേ, അതാണ് ഞാനത് ജനങ്ങളോട് പറയാത്തത്. അപ്പോ ഇദ്ദേഹത്തിനോട് ഖുർആൻ സംസാരിക്കുന്നു, ഖുർആൻ സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഉസ്താദ്. ഏതായാലും ഉസ്താദിനോട് ഇയാൾ ചോദിച്ചു, അല്ല നിങ്ങളോട് എന്താ ഖുർആൻ പറയുന്നത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനൊന്ന് ഖുർആൻ എടുക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. അവസാനം മുസ്ഹഫ് എടുത്ത് മറിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, എന്നോടിപ്പോ ഖുർആൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, തലക്കടത്തൂർ സ്വദേശി മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളെടുത്തു വരും, അയാൾ കാട്ടുകള്ളനാകുന്നു എന്നാണ് ഇപ്പൊ ഖുർആൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ സലാം പറഞ്ഞു അന്ന് പോയതാ. അപ്പൊ ഞാൻ പറയുന്നത്, ഓരോ ആളുകൾക്കും ഓരോ ദിവസം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ഇങ്ങനെ തോന്നുകയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇനി എന്തെല്ലാം പാർട്ടി ഇവിടെ വരാനിരിക്കുന്നു. പക്ഷേ അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അനുഗ്രഹിച്ചവർ പിന്നെ ആരാണെന്ന് നോക്കിയാൽ മതി. ആരാ അനുഗ്രഹിച്ചവർ? സലഫികളാണോ, ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ, മുജാഹിദുകളാണോ? ആരാണത്? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസാ നിങ്ങൾ മറിക്കൂ, അതിൽ കാണാം, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ഒരാൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ അവൻ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അല്ലാഹു അനുഗ്രഹിച്ചവരാരാണ്? നബിമാര്, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീൻ. അപ്പൊ 4 കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച് സ്വർഗത്തിലെത്തലാണ്. 2, അതിന് നേരായ മാർഗത്തിൽ പ്രവർത്തിച്ചിരിക്കണം. ഏതാണ് നേരായ മാർഗം? നമ്മൾ പറഞ്ഞു, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? നബിമാർ, സുഹദാക്കൾ, സാഹിദീങ്ങൾ, ഇവരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ. അപ്പൊ അവരുടെ വഴിയിൽ ആരാണോ അവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഞാനൊന്ന് പറയട്ടെ, ഇത്തരം സുതാര്യമായ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅക്കല്ലാതെ സാധ്യമല്ല. മലപ്പുറം ജില്ലയിൽ മുജാഹിദ് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. അതിന്റെ ഒന്നാമത്തെ നിബന്ധന സുന്നികൾക്ക് ചോദിക്കാൻ പാടില്ല എന്നായിരുന്നു. പിന്നെ ആർക്കാ? അത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഓൽക്ക് ചോദിക്കാനാണ്. ഒരു ചോദിച്ചാൽ എത്രയെന്ന് വൽക്കും അറിയാം. കേരളത്തിലോ കർണാടകയിലോ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇതുപോലെ വേദി വെച്ചിട്ട് ഏത് സംശയം ചോദിച്ചോ എന്ന് പറഞ്ഞ് ഒരൊറ്റ പ്രോഗ്രാം നടത്തിയാൽ ഇൻഷാ അല്ലാഹ് അന്ന് സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഖിയാമത്ത് നാളായിരിക്കുമെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പറയാനായി. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഗാമുവെന്ന് പോസ്റ്റർ വരും, പക്ഷെ അങ്ങോട്ട് ചെന്നാൽ ഒരു ചോദ്യം, ഒരു ഉപചോദ്യം, പിന്നെ ഓടുക, പിന്നെ ചോദിക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചാൽ എന്തെല്ലാം ചോദിക്കുന്നു നമുക്കറിയാം. അതുകൊണ്ട് ധൈര്യമായി വന്നോളൂ, നല്ല മറുപടി കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അപ്പൊ ചിന്തിക്കാം. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരൊറ്റ വഴി ഞാൻ പറഞ്ഞ എന്റെ പ്രസംഗം തീർന്നു. ചോദ്യകർത്താക്കൾ മുന്നോട്ട് വരിക. അപ്പോ അവർക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകം മൈക്കൊക്കെ അവർക്ക് നൽകും. ഏത് വേറൊന്നും കൂടി പറയും, ഇനി സുന്നികൾക്കും ചോദിക്കാം, മുജാഹിദുകൾ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, ആർക്കും ചോദിക്കാം. ചോദ്യമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മറുപടി ഉണ്ടാകുന്നു മാത്രം. അപ്പോ 2 വഴിയാണ് സഹോദരന്മാരെ ലോകത്തിൽ ആദ്യം മുതലേ ഉള്ള വഴി.
അങ്ങനെയാണല്ലോ. ഒന്ന് ശൈത്താന്റെ പാർട്ടി, ഒന്ന് അള്ളാഹുവിന്റെ പാർട്ടി. ഇങ്ങനെ രണ്ട് പാർട്ടിയെ ലോകത്തുള്ളൂ. ഹിസ്ബു ശൈത്താൻ, ഹിസ്ബുല്ലാ. അള്ളാഹുവിന്റെ പാർട്ടി, ശൈത്താന്റെ പാർട്ടി. അത് ലോകത്തിന്റെ ആദ്യം മുതൽക്ക് നമുക്ക് രണ്ടും വേർതിരിച്ച് കാണാൻ കഴിയില്ലേ? മഹാനായ നമ്മുടെ പിതാവ് അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവിടെ രണ്ടു പക്ഷമുണ്ടായി. ഒരു പക്ഷം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നേതൃത്വം നൽകുന്ന മലക്കുകൾ, മറ്റൊന്ന് ലഅനത്തുല്ലാഹി ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ നേതൃത്വമുള്ള പാർട്ടി. ഒന്ന് ആദരവാണ്, ആദം നബി ആദരിച്ച പാർട്ടി. മറ്റൊന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ നിസ്സാരവൽക്കരിച്ച, നിന്ദിച്ച പാർട്ടി. അപ്പൊ ആദരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, ആദരിക്കാത്ത വേറൊരു പാർട്ടിയുമുണ്ട്. ഏതാണ് നല്ലത് എന്ന് ബുദ്ധിയുള്ളവർ തീരുമാനിക്കും. ഇനി ഞാനൊന്നുകൂടി പറയാ. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലുമായി ജീവിച്ചപ്പോ സ്വഹാബികൾക്കിടയിൽ തന്നെ രണ്ടു തരം കാണാൻ കഴിയും. അതേതാ? ഒന്ന് ഒറിജിനൽ സ്വഹാബികൾ, നിഫാഖില്ലാത്തവർ, മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന സ്വഹാബികൾ. വേറെ ഒരു വിഭാഗം, അവരുടെ മനസ്സിൽ മുഴുവനും നിഫാഖാണ്, കപട വിശ്വാസമാണ്. അല്ലാഹുവിന്റെ ഹബീബിൽ അവർക്ക് വിശ്വാസമില്ല. അതിന്റെ നേതാവാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഓ അബ്ദുള്ള മൗലവി അന്നത്തെ. അപ്പൊ എന്തായി? രണ്ട് വിഭാഗത്തെ നമ്മൾ കാണുന്നു. ഒന്ന് സ്വഹാബികൾ, ഒന്ന് മുനാഫിക്കുകൾ. മുനാഫിക്കുകളും പള്ളിയിലൊക്കെ വരും. നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ പള്ളി ഉണ്ടാക്കും ചെയ്യും. എല്ലാ പണിയും അവർ ചെയ്യും. എവിടെയാണ് വേർതിരിയുന്നത്? അതാണ് ഞാൻ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ആദരവിന്റെ വിഭാഗമാണ് സ്വഹാബികൾ. മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്യുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. വുദൂ ചെയ്യുമ്പോ സ്വഹാബികൾ നാല് ഭാഗത്തും ഓടിക്കൊടുന്നു. എന്തിനാത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ശറഫാക്കപ്പെട്ട വെള്ളം അവർ ശേഖരിക്കുന്നു. അവര് സ്വന്തം ശരീരത്തിൽ പുരട്ടുന്നു. കിട്ടാത്തവർ കിട്ടിയവരിൽ നിന്നതെടുത്ത് പുരട്ടുന്നു. ബുഖാരിയുടെ ഹദീസാണ്. പോരാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ തലമുടി കളയുന്നു. തലമുണ്ഡനം ചെയ്യുമ്പോൾ സ്വഹാബത്ത് ഓടി വരുന്നു. ഒരൊറ്റ മുടി പോലും താഴെ വീഴാതെ സൂക്ഷിക്കുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, അബൂ തൽഹത്തുൽ അൻസാരിയെ വിളിച്ച് ഇഖ്സിംഹു ബൈനൻ നാസ്, ഈ മുടിയുണ്ടല്ലോ ശഅറേ മുബാറക് വിതരണം ചെയ്യൂ അത് സ്വഹാബത്തിന് മുഴുവനും. എന്തുണ്ടായി? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ അതെടുത്തു വെച്ചു. സ്വഹാബികളിൽ നിന്നുള്ള പലരും എടുത്തു വെച്ചു. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു സീരീൻ 90,000 ദിർഹം തരാ, മുടി ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്ത് 90,000 ദിർഹം? അതൊന്നും തന്നിട്ട് കാര്യമില്ല. ദുന്യാവ് മുഴുവൻ കിട്ടിയാലും അത് ഞാൻ കൊടുക്കൂല. 40 കോടിയല്ല, ദുന്യാവ് മുഴുവൻ കിട്ടിയാലും റസൂലുള്ളാഹിയുടെ ശഅറേ മുബാറക് കൊടുക്കില്ല എന്ന് അല്ലാമ ഇബ്നു സീരീൻ പ്രഖ്യാപിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അങ്ങനെ ഒരു വിഭാഗം. അക്കൂട്ടത്തിൽ വേറൊരു ചങ്ങാതിന്റെ, ഞാൻ പറഞ്ഞു നേരത്തെ, അബ്ദുള്ള മൗലവി, അന്നത്തെ മുജാഹിദിന്റെ സലഫിയുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. അയാൾ പള്ളിയിലൊക്കെ വരും. പക്ഷെ നബിതങ്ങൾ ഒതു കൊടുക്കുമ്പോൾ ബറക്കത്തെടുക്കാൻ അയാൾ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക് എടുത്തു വെക്കാനും അദ്ദേഹമില്ല. ആ പണിക്കൊന്ന് മൂപ്പര് വരും. അയാൾ ഇങ്ങനെ ഈ ബറക്കത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. മുസന്നഫ് അബ്ദുർ റസാഖ് ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ്. അതിൽ കാണാം ആ സംഭവം. എന്താണെന്നറിയോ? ഒരു ദിവസം ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകനുണ്ട്, അബ്ദുള്ള എന്നാ പേര്. പക്ഷെ മകൻ നല്ല സുന്നിയാട്ടോ. ഉപ്പ സലഫി, മകൻ സുന്നി. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണല്ലോ. അപ്പൊ ഈ മകൻ ഒരു ദിവസം ഓടി വന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പിതാവിനെ നിങ്ങൾക്കറിയാമല്ലോ, അബ്ദുള്ള മൗലവി, മുനാഫിക്കുകളുടെ നേതാവ്. ഞാൻ അദ്ദേഹത്തെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? നല്ല സ്ട്രോങ്. കൊന്നാലോ? എന്താ മോനെ അങ്ങനെ പറയുന്നത്? അത് പറയാതിരിക്കൂല നബിയെ. എപ്പോഴും പറയാ അള്ളാനെ കുറ്റം പറയലാണ്. അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്. അള്ളാനെ ആക്ഷേപിക്കലാണ് പണി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കലാണ് പണി. അതുകൊണ്ട് കൊന്നുകളഞ്ഞാലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖ്തുൽ അബാക്, മോനെ ഉപ്പയെ കൊല്ലണ്ട.
അപ്പൊ പിന്നെ ഈ മകൻ പറയാണ്, നബിയെ എന്നാ പിന്നെ എന്റെ ഉപ്പ ഒന്ന് നന്നാകണ്ടേ, എന്റെ പിതാവെന്ന് മനസ്സ് നന്നായിട്ട് സുന്നിയാകണ്ടേ, അതിന് എന്നോടൊന്ന് സഹകരിക്കണം നബിയെ. അപ്പൊ ചോദിച്ചു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് മോനെ സഹകരിക്കേണ്ടത്? പറഞ്ഞു കൊടുത്തു, നബിയെ നിങ്ങളൊരു വധുവെടുക്കണം. നിങ്ങളൊന്ന് വധുവെടുക്കണം. എന്തിനാ വധുവെടുക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിലൂടെ വരുന്ന വെള്ളം, നിങ്ങളുടെ കൈതട്ടിയ വെള്ളം, കാല് തട്ടിയ വെള്ളം ഞാനൊന്ന് ശേഖരിക്കാം, എന്നിട്ട് ഞാൻ ആ ശറഫാക്കപ്പെട്ട വെള്ളം എന്റെ പിതാവിനൊന്ന് കുടിപ്പിക്കാം. അയാളൊന്ന് നന്നായാലോ ആ വെള്ളം കുടിച്ചിട്ട്? നല്ല തീരുമാന. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധുവെടുത്തു. വധുവെടുത്തപ്പോ ഈ മകൻ വന്നു. എന്നിട്ട് ആ വെള്ളം ഒരു പാത്രത്തിൽ ഇങ്ങനെ ശേഖരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകാലുകൾ സ്പർശിച്ച വെള്ളം, ശറഫാക്കപ്പെട്ട വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചു. എന്നിട്ട് നേരെ പോയി വീട്ടിലേക്ക്. വീട്ടിലാരാളുള്ളത്? പിതാവ് ആരാന്ന് ഞാൻ പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ. ആളാരാ? അന്നത്തെ സലഫികളുടെ മുഴുവൻ നേതാവ് അബ്ദുല്ല മൗലവി. ഉപ്പയോട് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പ ഇന്ന് ഞാൻ നല്ല ഒരു വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഔഷധമാണ്. ഏതാന്ന് പറഞ്ഞ സാധനം കുടിക്കൂല, കാരണം ബർക്കത്തിന് വിശ്വാസമില്ലാത്ത ആളാണ്. അതുകൊണ്ട് കുടിച്ചോളൂ ഉപ്പ. അപ്പൊ ഇയാൾക്കൊരു പേടി, മർക്കസ് നെറ്റ വരികയാണോ, മകൻ സുന്നിയാണല്ലോ. ഏതായാലും കുടിച്ചോ, ഒരു ഉപ്പയോട് മകൻ പറയുന്നതല്ലേ, കുടിച്ചോളൂ. ഹദീസിൽ കാണാം, ഇയാളങ്ങ് കുടിച്ചു ആ വെള്ളം. അന്നത്തെ മുനാഫിഖിന്റെ നേതാവ്, എല്ലാ സലഫികളുടെയും നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അയാൾ ആ വെള്ളം കുടിച്ചു. കുടിച്ച് തീർന്നല്ലോ. അപ്പൊ പിന്നെ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ മകൻ ചോദിച്ചു, ഉപ്പ ഏതാ വെള്ളം കുടിച്ചത് നിങ്ങൾക്കറിയോ? ഏതാ ഈ വെള്ളം? അയാളാകെ ബേജാറാകാൻ തുടങ്ങിയത്. എന്ത് വെള്ളം മോനെ? ബേജാറാകണ്ട, പേടിക്കണ്ട. പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾ ഭാഗ്യവാനാണ്. സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്ന വെള്ളമാണ് നിങ്ങൾ കുടിച്ചത്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശഫീഉന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകാലുകൾ തട്ടിയ വെള്ളമാണ് ഉപ്പാ നിങ്ങൾ കുടിച്ചത്. പക്ഷേ സാധനം മുജാഹിദല്ലേ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മനസ്സ് ദേഷ്യം കൊണ്ട് നിറഞ്ഞു, മുഖം ചുവന്ന ഒരു ചോദ്യം ചോദിച്ചു, എന്ത് പണിയാണോ നീ ചെയ്തത്? സഖൈതനി ബൗല ഉമ്മിക. അയാൾ പറഞ്ഞ വാചകം അതാണ്, നീ എന്നെ കുടിപ്പിച്ചത് നിന്റെ ഉമ്മയുടെ മൂത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തേക്കാൾ നല്ലത് സ്വന്തം ഉമ്മയുടെ മൂത്രം എന്നെ കുടിപ്പിച്ചുകൂടായിരുന്നു എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ചോദിച്ചത് മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്. സ്വാഭാവികമായും അനുയായികളെക്കാലവും ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. ഇവിടെ 2 വഴികൾ വ്യക്തമാണ്. ഒന്ന് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ റൂട്ട്, അത് അനാദരവിന്റെ റൂട്ടാണ്. ഷെയറെ മുബാറക്കിനെ ആദരിക്കാത്തവരുടെ റൂട്ട്. മറ്റൊന്ന് സ്വഹാബികളുടെ വഴി, അത് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായ ഷെയറെ മുബാറക്കിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അതിന് വേണ്ടതെല്ലാം നൽകുന്ന. അതിനെന്ത് കൂടി? സ്വഹാബത്ത് മദീനയിലെത്തിയപ്പോ അവരുടെ വീടും പറമ്പും അവരുടെ ശരീരത്തിലുള്ളതും മുഴുവനും എല്ലാം കൊടുത്തു. കൊടുക്കാൻ കഴിയാത്തതും കൊടുത്തതും എല്ലാം സമർപ്പിച്ച് ബി അബീ വ ഉമ്മീ അൻത യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ഉപ്പയും വരെ നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോഴും അവരെല്ലാം നൽകിയത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നാം അതിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് താജുൽ ഉലമ കൈകൊണ്ട നിലപാട്, അതാണ് ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കൈകൊണ്ട നിലപാട്. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഒരൊറ്റ ശക്തിക്കും സാധ്യമേ അല്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ സമരം ഷഹറെ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമരമാണ്, അല്ലേ? മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുദ്ധം ചെയ്യുകയാണ്, ഘോരമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലതാ പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി.
ആളുകൾ ചോദിച്ചു, അല്ല ഖാലിദ് തങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ലേ, എന്തേ ഇപ്പൊ പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് ചാടിയിറങ്ങിയത്? അവിടെ നിന്ന് പറഞ്ഞു, മക്കളെ, എന്റെ തൊപ്പി കാണാനില്ല, അത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്ത് യുദ്ധത്തിൽ തല തന്നെ പോകാൻ നേരത്താണോ തൊപ്പി അന്വേഷിക്കുന്നത്? അപ്പൊ പറഞ്ഞു, സഹാബ, അത് സാധാരണ തൊപ്പിയല്ല. ആ തൊപ്പിയുടെ ഉൾഭാഗത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറേ മുബാറക്കിൽ നിന്ന് 2 തിരുമുടി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ തൊപ്പിയുമായി ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരൊറ്റ യുദ്ധത്തിലും എന്നെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം ശഅറേ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്റെ പോരാട്ടം. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള ഇരുട്ടിന്റെ ശക്തികൾ മുഴുവനൊന്നിച്ചാലും കാന്തപുരം ഉസ്താദ്, താജുൽ ഉലമ, ഖമറുൽ ഉലമ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയെ തളർത്താൻ ഒരാൾക്കും സാധ്യമേ അല്ല. കാരണം ശഅറേ മുബാറക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. അതാണ് നമ്മുടെ ശക്തിയും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നീട്ടുന്നില്ല, നമ്മുടെ മുഖാമുഖം നേരിട്ടതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾ വരിക, ചോദ്യത്തിനനുസരിച്ച് മറുപടികൾ കിട്ടും. ആ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ചോദിക്കേണ്ട ചോദ്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയും ഭീകരവാദികൾ അഥവാ സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ആളുകൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. ഗ്രൂപ്പ് തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്നും ചോദിച്ചാൽ ഇപ്പോൾ മറുപടി കിട്ടുന്നതല്ല. രണ്ടാമത്തതായി പറയാനുള്ളത്, നല്ല രൂപത്തിൽ ചോദിച്ചാൽ നല്ല രൂപത്തിൽ മറുപടിയും കിട്ടും. ചോദ്യത്തിന്റെ ഗതി അനുസരിച്ച് മറുപടിയും പ്രതീക്ഷിക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ അത് പിന്നെ മൂന്നാമതായി നമുക്ക് പറയാൻ വിഷയങ്ങൾ, ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക്. അതാണ് നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ മറുപടി പറയും. അപ്പൊ അതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനാണ്, നല്ല രൂപത്തിൽ മനസ്സിലാക്കണമെന്ന നല്ല ബോധത്തോടെ ആര് പറഞ്ഞാലും ആരും കേൾക്കണ്ട. സംഘടന പറഞ്ഞാലും ആര് പറഞ്ഞാലും ഖബറിൽ പോവാൻ ഒരു സംഘടന ഉണ്ടാവൂല, സലഫി നേതാക്കൾ ആരും ഉണ്ടാവില്ല. അപ്പൊ വിഷയങ്ങൾ കൃത്യമായി ചോദിച്ചു പഠിച്ച്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്, ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, തവസ്സുലും ഇസ്തിഗാസയും കൂട്ടുപ്രാർത്ഥനയും അതുപോലെ തന്നെ ജുമുഅ ഖുതുബയും തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏത് വിഷയങ്ങളിലുമാകാം. അള്ളാഹുവിന്റെ ദീൻ ആ രൂപത്തിൽ ഏത് വിഷയവും ചോദിക്കാമെന്ന് ഞാൻ പറയുമ്പോ അത് സംബന്ധമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിൽ നിന്നും ശരിയായ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അദ്ദുആഉ ഹുവൽ ഇബാദ, അതുപോലെ തന്നെ ഉദ്ഊനി അസ്തജിബ് ലക്കും, അതുപോലെ ഖുർആനിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ഞാൻ നിന്റെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇത്ര വ്യക്തമായി അള്ളാഹു അവന്റെ അടിമകളോട് അടുത്തവനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന നമ്മുടെ സുന്നികളെ കാണാൻ കഴിയുന്നത് മക്ബറകളിലും മറ്റും പോയി അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ പ്രാർത്ഥന ഈ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഖുർആനിനെതിരല്ലേ? അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? അപ്പൊ ചോദ്യം വന്നിരിക്കുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നാണ് പറയേണ്ടത് എന്നാണ്. ശുദ്ധ ഖുർആനിൽ ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാൻ അൽഹംദുലില്ലാഹ്, ചോദ്യകർത്താവ് ആരായാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ അതുപോലെ കർണാടകയിലൊക്കെ വഹാബികൾ ജീവിക്കുന്നത് പ്രാർത്ഥന എന്ന വാക്കുണ്ടായിട്ടാണ്. ആ വാക്ക് മലയാളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെന്നോ മണ്ണിന്റെ ചുവട്ടിൽ പോകുമായിരുന്നു. പക്ഷെ എന്താണ് അവസ്ഥ എന്നറിയൂ?
ഇവരെല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന നമ്മളാരും നിർവഹിക്കുന്നില്ല. അതിൽ ഒരു തർക്കവുമില്ല. ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞത് എന്നോട് മാത്രം നിങ്ങൾ ചോദിക്കുക, എന്നോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതങ്ങനെ തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ സദസ്സ് നമ്മൾ തുടങ്ങി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം ഈ സദസ്സ് തുടങ്ങുന്നതിനും മഗ്രിബ് നിസ്കരിച്ചതിനു മുമ്പ് നമ്മൾ ദുആ ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമുക്കതിൽ തർക്കമില്ല സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ശക്തമായി നിങ്ങൾ ചോദ്യകർത്താവും മറ്റുള്ള എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, തെറ്റിദ്ധാരണ മാറ്റണം, അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരാണ് നമ്മൾ എന്നതിൽ ആർക്കും സംശയം വേണ്ട. ഞങ്ങൾ ചോദിക്കുന്നത് വെറും സഹായം മാത്രമാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനോടും അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള അമ്പിയാക്കൾ ഔലിയാക്കളോട് ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹു തആല അനുവദിച്ചതിന്റെ പേരിലാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളും റസൂലും ഒക്കെ നിങ്ങളെ സഹായിയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഈ തെറ്റിദ്ധാരണ മാറ്റണം. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താവ് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഇനിയും ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ വിശദീകരണം ഇനിയും ചോദ്യം വന്നാൽ അതിനനുസരിച്ച് ഉണ്ടാകും. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രദേശത്തെ സലഫികൾ ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജനങ്ങൾക്കിടയിൽ വെറുതെ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വളരെ സജീവമായി കടന്നുവന്ന് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ തയ്യാറാകണമെന്ന് കൂടി ഒന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ചോദ്യകർത്താവിന് ഉത്തരം മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. ഉസ്താദ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സാധാരണ നമ്മൾക്കിടയിലുള്ള സഹായത്തെക്കുറിച്ചാണ്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തആവനു അലൽ ബിർരി വത്തഖ്വ. പരസ്പരം നിങ്ങൾ സഹകരിച്ച് കഴിയണം എന്ന്. ആ സഹായത്തെക്കുറിച്ചല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം, ഒരു വ്യക്തി, ഒരു മുസ്ലിം മരിച്ചുപോയ മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി ആ മഹാന്മാരോട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ 1,00,000-ലധികം 2,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരാരെങ്കിലും അവർക്ക് മുമ്പുള്ള മരിച്ചുപോയ അവരുടെ അമ്പിയാക്കളെയോ മറ്റോ വിളിച്ച് പ്രാർത്ഥിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ സഹായം ചോദിച്ചതിന് തെളിവ് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പൊ ഇനി തെളിവും കൂടി ആവശ്യമുള്ളൂ എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. ഏതായാലും നമുക്ക് തീർത്തിട്ടങ്ങ് പോകാം. ഒരല്പം ചോദ്യകർത്താവ് എന്നോട് സഹകരിക്കുക. നിങ്ങളെ ഉത്തരം മുട്ടിക്കാനല്ല, നമ്മുടെ സദസ്സ് കൂടുതൽ ആ വിഷയവുമായി ബോധ്യപ്പെടുത്താൻ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ആദ്യമായി ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. സത്യത്തിൽ നമുക്കതിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് എല്ലാം. ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടാണ് കാര്യങ്ങൾ പ്രാർത്ഥന എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മുജാഹിദുകൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയോ? അവരെ അള്ളാഹു ആരാണെന്നും അവർക്ക് മനസ്സിലായില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും അവർ പഠിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ സുഹൃത്ത്, ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് നല്ല നിലയിൽ ഒരു അന്വേഷണം. നിങ്ങളെ ഇത്രയും കാലമായിട്ട് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യം? അത് നമുക്കൊന്ന് മനസ്സിലായാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയാനല്ലാതെ ഈ സംഗതി എന്താണ് എന്ന് പഠിക്കാനോ അറിയാനോ കേരളത്തിലെയും കർണാടകയിലെയും ഒരൊറ്റ വഹാബിക്കും സാധിച്ചില്ല എന്നത് ഈ മുഴുവൻ കൂടി ആളുകളോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ചോദ്യകർത്താവ് അതൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. മരിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോ അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്ന, അത് തന്നെയാണ് പ്രാർത്ഥന. മരിച്ചവരോട് പറയലാണ് പ്രാർത്ഥന. അതെ. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആവൂലല്ലോ, അള്ളാഹ് മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? സാധാരണ ഉസ്താദിപ്പം പറയുന്നത് പോലെ അല്ലല്ല, അത് പറയും മരിച്ചവരോട് മരിച്ചവരോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ അള്ളാഹിനോട് പറഞ്ഞ പ്രാർത്ഥന ആവൂലല്ലോ, അള്ളാഹ് മരിച്ചില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താ അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ല പ്രാർത്ഥന, നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങള്
അതാണ് ഇപ്പൊ മരിച്ചവരും മരിച്ചു അവ കഴിഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരോട് ചോദിക്കലാണ് പ്രാർത്ഥന. അപ്പൊ മാറിയല്ലേ? അങ്ങനെ നമുക്ക് തെളിവുണ്ടെങ്കിൽ ഉസ്താദ് അത് ഉദ്ധരിക്കും. തെളിവന് സംഗതി എന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഇതില്ല തെളിവ് പറയാം. അപ്പൊ അതാണ് ഞാൻ ഇതെന്തിനാ ചോദിച്ചെന്ന് ചോദ്യകർത്താവിനോട് നല്ല നിലയിൽ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി. സംഗതി ഈ മുജാഹിദികൾ കുറെ കാലമായി പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഈ സാധനം എന്താന്ന് പഠിച്ചിട്ടില്ല. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു സംവാദം ഉണ്ടായി. ഒരു വീട്ടിൽ വെച്ച് ഫൈസൽ മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ട്, പുതുപ്പറമ്പുകാരൻ. അയാളാണ് വന്നിരുന്നത്. ഈ ഭാഗത്തുനിന്ന് ഞാനുണ്ട്, നമ്മളെ മുഹമ്മദ് രാമന്തരി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെന്നു, മൗലവിമാരും വന്നു. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആനിലുണ്ട്. അതെന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഖുർആനിൽ ഇവർ എപ്പോഴും ഓതുന്ന കുറെ ആയത്തുകളുണ്ട്. ഈ ആയത്തുകളെല്ലാം ഓതി. ചില മുജാഹിദ് മനസ്സിലാക്കി വെച്ചത് ഈ ആയത്ത് ഒരായത്താണ്. പണ്ട് നമ്മുടെ ആലുവയിൽ വാദപ്രതിവാദത്തിന് ചെന്നപ്പോ മുജാഹിദുകൾ ഓതുന്ന എല്ലാ ആയത്തും ആദ്യം തന്നെ നമ്മളാണ് ഓതി. അപ്പൊ കായക്കൊടി മൗലവി ചോദിച്ചു, ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതിയത്? അപ്പൊ ഈ സാധു മനസ്സിലാക്കിയത് അവരായത്താണെന്നാണ്. സത്യത്തിൽ എന്താ അതിന്റെ സംഭവം എന്നറിയോ? എന്താണ് പ്രാർത്ഥന എന്ന് പഠിച്ചിട്ടില്ല. ഈ ഫൈസൽ മൗലവിയോട് 2 മണിക്കൂർ ഞങ്ങൾ ചോദിച്ചു, എന്താണ് പ്രാർത്ഥന എന്ന് പറയണം. ഇയാൾ പറഞ്ഞു, പ്രാർത്ഥിക്കന്നെ ഉസ്താദെ, പ്രാർത്ഥിക്കന്നെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കന്നെ. അതാ ഉത്തരം. അതിന് നിർവചനമില്ല. എന്താണത് സാധനം? 25 കൊല്ലം സലഫിയായ ഒരാളെങ്ങൾ മെല്ലെ വിളിച്ച് ചോദിക്കും, മോനെ എന്തായി പ്രാർത്ഥന? പ്രാർത്ഥിക്കന്നെ ഉസ്താദെ. വേറെ വിവരണം എന്താ അറിയോ? അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ്, ഈസാ നബി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. നിസ്കാരം എന്താന്നൊരു കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടിന്റെ മറുപടി, ഈസാ നബി നിസ്കരിച്ചത് അള്ളാഹ്ക്കാണ്, ഇബ്രാഹിം നബി നിസ്കരിച്ചത് അള്ളാഹ്ക്കാണ്, അയ്യൂബ് നബി നിസ്കരിച്ചത്. അതൊന്നും അതിന്റെ മറുപടിയല്ല. എന്താണ് പ്രാർത്ഥന? അവസാനം മൗലവി പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോ അത് പറയൂലാതെ പറയൂല. അപ്പൊ നമ്മൾ ചോദിച്ചു, അത് പറ്റില്ല, നിങ്ങൾ പറയും. അവസാനം കുറെ നിഷ്പക്ഷകരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് നറുക്കിട്ടിട്ട് അത് അഹ്സനിക്ക് കിട്ടിയ മൂപ്പര് നിർവചനം പറയാ, മൗലവിക്ക് കിട്ടിയ മൗലവി പറയാം. മൗലവി പറഞ്ഞു, നറുക്കിടൽ ഇസ്ലാമികല്ല. ട്രോസിഡൽ ഇസ്ലാമികല്ല. ഞാൻ ചോദിച്ചു, നമ്മളെ കോട്ടക്കൽ സംവാദത്തിൽ ഒന്നായിട്ടല്ലേ ഇത് ഇട്ടത്, അന്ന് നിങ്ങൾക്ക് ഇസ്ലാമിക ആയിരുന്നു? ഏതായാലും അവസാനം അയാൾ പറഞ്ഞു, എനിക്ക് എന്തായാലും എന്ത് വന്നാലും നിർവചനം ഞാൻ പറയില്ലട്ടോ, ഇതെന്താ സംഗതി എന്നുള്ളത് പറഞ്ഞിരൂല. കാരണം എന്താ? ഇത് ഈ പൊട്ടപ്പോഴത്തങ്ങളാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചവരോട് ചോദിക്കുക, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കുക. അതൊന്നല്ല സഹോദരന്മാരെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഇപ്പൊ ഏതുപോലെ, ഈ ആയത്തൊക്കെ ഓതുന്നത് ഏതുപോലെ എന്നറിയോ? ഇപ്പൊ അദ്ദേഹം ഓതിയല്ലോ, ഉദൂനി അസ്തജിബ് ലക്കും വഅന്നൽ മസാജിദ ലില്ലാഹ്. ഈ ആയത്തൊക്കെ വരെ ഓതുന്നത് എങ്ങനെ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഒരു സാധു മനുഷ്യൻ, മുസ്ലിമാ, അദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി നല്ല ചായ കുടിക്കുകയാണ്. അയാളെന്താ കുടിക്കുന്നത്? ചായ കുടിക്കും. ചായ കുടിക്കുമ്പോ വേറെ മൗലവി പിന്നിൽ വന്നിട്ട് ഒരു പ്രസംഗം, അല്ല അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ കള്ളൊക്കെ അല്ലാഹു തആല വിരോധിച്ചതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആരോടാ പ്രസംഗം? ചായ കുടിക്കുന്നവരോട്. അപ്പൊ ആർക്കാ ഇവിടെ പഴച്ചത്? ചായ കുടിക്കുന്നവൻ ചായ തന്നെ കുടിക്കുന്നത്. പക്ഷെ ഈ സാധു മൗലവി മനസ്സിലാക്കിയത് ഇത് കള്ളാണെന്നാണ്. ഈ ചായയെ കള്ളാക്കിയയാള് എന്നിട്ട് അയാള് ആയത്തോതി. അതാണ് മുജാഹിദികൾ ഓതുന്ന എല്ലാ ആയത്തിന്റെയും കഥ. അവര് മനസ്സിലാക്കിയ ഔലിയാക്കളോട് ചോദിക്കൽ പ്രാർത്ഥനയാണ്. ശരിക്ക് കേട്ടോ, പ്രാർത്ഥന എന്നാൽ ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞു, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു. അതാണ് ഒരടിമ അവന്റെ യജമാനനോട്, അവന്റെ റബ്ബിനോട്, അവന്റെ ദൈവത്തോട് നടത്തുന്ന അർത്ഥന, സഹായം തേടുക. അതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോട് ഒരു കാര്യം പറയുന്നു. എന്റെ മനസ്സിലുള്ളത് ഷെയ്ഖ് ജീലാനി റബ്ബാണ്, അള്ളയാണ്, ദൈവമാണ് എന്നാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്, പാടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. കൃത്യമല്ലേ വിഷയം? വളരെ കൃത്യമാണ് സഹോദരന്മാരെ. അതേസമയം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇതാ നമ്മളെ വിശ്വാസം അല്ലേ? നബി തങ്ങൾ അള്ളാന്റെ അടിമയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മരിച്ചാലും ജീവിച്ചിരുന്നാലും തേടിയാൽ ഇതിന് പ്രാർത്ഥന എന്ന് പറയൂല. പിന്നെ സുഹൃത്ത് പറഞ്ഞത് മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. അതിപ്പോ സക്കരിയ സുറായിക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട്, അത് പ്രാർത്ഥന അല്ലാന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കുമോനെ, ഇവ പെട്ടെന്ന് കണ്ടോളൂ. സക്കരിയ സുറായി തന്നെ പറയാണ്, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന, അത് തെറ്റാണ് എന്ന് ഇപ്പൊ സക്കരിയ സുറായിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പൊ ഇവരെ പ്രാർത്ഥന ഇവരെന്നെ പൊളിക്കുകയാണ്. സക്കരിയ സുറായി തന്നെ ആ പ്രാർത്ഥന പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ എന്ന് കേൾപ്പിച്ചു. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? അപ്പൊ അത് നല്ല ചോദ്യമാണ്. പക്ഷെ മടവൂരികൾക്ക് മാത്രമല്ല, നിങ്ങളെ ബുക്കിൽ ഇപ്പോഴും ഉള്ളത് അതാണ്. ഇയാള് പഠിപ്പിക്കുന്ന ബുക്കിലുള്ളത് അതാണ്. മദ്രസ ബുക്കിലുള്ളത് മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. അപ്പൊ അതല്ല പ്രാർത്ഥന. ചോദിക്കപ്പെടുന്ന വസ്തു എന്ത് എന്നല്ല, ചോദിക്കുന്നവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്ത്, അതാണ് നോട്ടം. ചോദിക്കുന്നവന്റെ മനസ്സിലുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാന്റെ വരിയാണ്, ഈ നിലക്കാണോ ചോദ്യം? അതിന് ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയൂല. ഭാഷാപരമായി പറഞ്ഞേക്കാം, സാങ്കേതികപരമായി പറയൂല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഔലിയാക്കളോട് അമ്പിയാക്കളോട് നടത്തുന്നത് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന അല്ല. നമ്മൾ പിന്നെന്താ ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ്. ആ നബിയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ നബി അള്ളാഹിനോട് പറയും. അപ്പൊ അള്ളാഹു അത് വേഗം സ്വീകരിക്കും. അതിനാണ് നമ്മൾ പറയുന്നത്. പറ്റുന്നു ഇപ്പൊ സക്കരിയ സുലായിക്ക് തന്നെ തോന്നി തുടങ്ങി. ഇപ്പൊ അതാണ് നമ്മളെല്ലാം അതുകൂടി കാണാൻ പോവാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എല്ലാവരും മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ റസൂലും ഔലിയാക്കളും അള്ളാഹുവോട് അടുത്ത ആളുകളാണ്. അവരോട് നമ്മളൊരു കാര്യം ചെയ്താൽ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. പറഞ്ഞാൽ അവർ പറഞ്ഞാൽ വേഗം സ്വീകരിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ വരട്ടെ, നമ്മളെ സക്കരിയ സുലാഹിയും കൊണ്ടുപോവാ, അയാളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പണി ശരിയാണെന്ന് പറയിപ്പിക്കാൻ പോവാൻ. കൃത്യമായി കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായ സക്കരിയ സുലാഹി തൊപ്പിയിട്ടാണ് വന്നത്. നല്ലത് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അല്ല സക്കരിയ സുലാഹി, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലല്ലേ? ഇയാൾ പറഞ്ഞു അതെ റസൂലാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ഒരു ദിവസം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞങ്ങളെ കാര്യങ്ങൾ അള്ളാഹിനോടൊന്ന് പറയണട്ടോ. അപ്പോ ഈ പ്രവർത്തകന്റെ ചോദ്യം, അതെന്തിനാ യാക്കൂബ് നബിയുടെ മക്കള് യാക്കൂബ് നബിനോട് അങ്ങനെ പറഞ്ഞത്? അവർക്ക് അള്ളാഹുവിനോട് നേരിട്ടാണ് പറഞ്ഞാ പോലെ. അതിന് സക്കരിയ സുലാഹി കൊടുക്കുന്ന ഒരു ഉത്തരം, ആ ചോദ്യോത്തരം ഒന്ന് കേട്ടാ വിഷയം തീരുമാനമാവും. വേഗം വെക്ക് ചോദ്യോത്തരം. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളമാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. അതാണ് ഞങ്ങളും ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ തെളിവും കൂടിയാണ് പറഞ്ഞോളൂ സക്കരിയ സുലാഹി, എല്ലാം വൃത്തിയാവും. വേഗം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അതെ അതെ അതെ. അപ്പൊ തൊപ്പിയിട്ടത് എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് ഞങ്ങളും പറയുന്നത്.
ഏതായാലും ഖണ്ഡനും സംവാദമൊക്കെ നടത്തിയതുകൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്, അയാൾ നന്നായിട്ടില്ല കേട്ടോ. അപ്പൊ സഹോദരൻ, ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരു കുഴപ്പമില്ല, അത് ശരിയാണ്. അത് തിരുത്താനോ അത് ഞങ്ങളെ പ്രാർത്ഥന പറയാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന് മുജാഹിദുകൾക്ക് പോലും മനസ്സിലായ കാലമാണ് എന്നാണ് ചോദ്യകർത്താവിനോട് ഓർമ്മപ്പെടുത്താറുള്ളത്. ഉസ്താദ്, ഇപ്പോൾ ഇവിടെ ഇട്ട ക്ലിപ്പ് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് ദുആ ചെയ്യാൻ പറയുന്ന ഒരു ക്ലിപ്പാണ്. അത് ഒരിക്കലും എന്റെ ചോദ്യത്തിന്റെ തെളിവല്ല. എന്റെ ചോദ്യം, ഒരുപാട് അമ്പിയാക്കൾ ഇവിടെ ജീവിച്ചു. നമുക്ക് ഇവിടെ ഒരുപാട് അമ്പിയാക്കൾ അള്ളാഹു പ്രവാചകന്മാരിവിടെ അയച്ചു. ആ പ്രവാചകന്മാരാരും തന്നെ അവർക്ക് മുമ്പ് ജീവിച്ച മറ്റു പ്രവാചകന്മാരോട് അവരുടെ മരണശേഷം ഇതുപോലെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളുടെ അർത്ഥത്തിൽ സഹായം ചോദിച്ചതിന് തെളിവുദ്ധരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഏതായാലും ജീവിതകാലത്ത് ഇടയാളനാക്കാന്നായി. ഞാൻ ചോദിക്കട്ടെ എന്നാല്, അപ്പോ വഫാത്തിന് ശേഷം ഒരു പ്രവാചകൻ വേറൊരു പ്രവാചകനോട് സഹായം തേടി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ബോധ്യമാകോ? അതൊന്ന് പറയുന്നത് ബോധ്യമാകോ? ബോധ്യമാകും. കൊണ്ടുപോവാ മോനെ അനസ് മൗലവിയെ. അതിനല്ലേ ഓരോന്നിനും ഓരോ മൗലവിയല്ലേ ഇവിടെ. കൊണ്ടുപോവാ അനസ് മൗലവിയെ. ഞങ്ങള് നേരത്തെ കാണിച്ചത് ജീവിതകാലത്ത്, ഇനി മരണത്തിന്റെ ശേഷം നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിവ് പറയിപ്പിക്കുകയാണ്. അതാണ് LCD കൊണ്ട് കിട്ടിയത്. സംഗതി LCD വക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. സംഗതി അങ്ങനെ തന്നെ ആണെങ്കിലും കൊണ്ടുപോവാ അനസ് മൗലവിയെ, അതും കൂടി നമുക്കങ്ങ് തീർത്തു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി. ഞങ്ങളെ ചോദ്യങ്ങളെയോ ഞങ്ങളെ പ്രമാണങ്ങളെയോ തൊടാൻ ലോകത്തൊരൊറ്റ സലഫിക്കും ധൈര്യമില്ല എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കണ്ടോളൂ, ഇനി ജീവിച്ചിരിക്കുന്ന യാക്കൂബിനെയോ ഒക്കെ ഇനി മരിച്ച നബിയാണ് അടുത്തത് കൊണ്ടുവരുന്നത്. അഥവാ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായി ഉറപ്പാണല്ലോ. വഫാത്തായി നബി തങ്ങൾ തർക്കല്ല. എന്നാ കേട്ടോ, ഇനി ഒരു നബി ഇവിടെ വരാനുണ്ട്. അതാരാ? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി വരൂലേ? ഈസാ നബി എങ്ങനെ വരും? നബിയായിട്ടല്ല വരുന്നത്, ഈസാ നബി ഇമാമായിട്ട് വരും. ഈ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക? ശരിക്ക് കേട്ടോ, ഈസാ നബി ഖിയാമത്ത് നാളെടുത്ത സന്ദർഭത്തിൽ വരും, ദജ്ജാലിനെ കൊല്ലും. പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈസാ നബി റൗളയിലേക്ക് പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുജാഹിദ് എന്താ പറഞ്ഞേ? ജാറത്തിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം വലിയ ദജ്ജാലിനെ കൊന്നിട്ട് പിന്നെ തീരുമാനിക്കുന്നു, ഇനി കുറച്ച് ചെറിയ ദജ്ജാലുകൾ കൂടി ഉണ്ട്, അവരെ ആശയം തകർത്തിട്ട് ബാക്കി കാര്യം. അതുകൊണ്ട് നേരെ റൗദയിലേക്കാണ് പോക്ക്. അപ്പൊ തന്നെ മുജാഹിദും സലഫിയെല്ലാം കൂടി പറയും, ഇതിപ്പോ നബിയാന്നൊക്കെ പറഞ്ഞ് വന്നു നോക്കുമ്പോ SYSന്റെ നേതാവാന്നാ തോന്നുന്നത്. അപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ? ഒന്നുമില്ല, റൗദയിൽ പോയിട്ട് എന്താ പണിന്നറിയോ? ശരിക്ക് പഠിച്ചോ. റൗദയിൽ ചെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ സമീപത്ത് വന്നിട്ടതാ റസൂലുള്ളാനെ വിളിക്കുന്നു. സഹായത്തിന് വേണ്ടി വിളി തന്നെ. യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. വിളിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിക്കുമ്പോ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കേട്ടല്ലോ നിങ്ങള്? അപ്പോ ഈസാ നബി എന്ന നബി മുഹമ്മദ് നബി തങ്ങളാകുന്ന നബിയുടെ ഖബറിന്റെ സമീപത്ത് എന്നിട്ടതാ സഹോദരന്മാരെ സഹായം തേടുന്നു. ആ ഹദീസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കരുതും അതൊക്കെ ഉണ്ടോത്? പറയൂ അനസ് മൗലവി. ഓരോന്നിനും ഓരോന്നല്ലേ. ജീവിച്ചിരിക്കുമ്പോ പറയാനൊരു മൗലവി, ഈ മരിച്ചതിന് ശേഷം പറയാൻ അനസ് മൗലവി. കേട്ടാണ് നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരുന്നുള്ളത് ലോകത്ത്. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും, പന്നികളെ അദ്ദേഹം കൊല്ലും, അതുപോലെ തന്നെ പക ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല. പിന്നെ ഈസാ നബി എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന്
യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരുണ്ട് മറുപടി പറയാൻ? ഞങ്ങളെ നേതാവ് ഈസാ നബി അലൈഹിസ്സലാം ജാറത്തിന്റെ സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഇതേതാണ് കിതാബ് സിൽസിലത്തുൽ ഹദീസ് സ്വഹീഹ, മുജാഹിദ് നേതാവ് അൽബാനിയുടെ ഗ്രന്ഥം. ഇതിൽ വരെ പറയുന്നു ഈ ഹദീസിന്റെ അവസ്ഥ എന്താണ്. ഇത് ഏറ്റവും നല്ല സ്വഹീഹായ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും നിവേദക പരമ്പരയിലുള്ള സ്വാലിഹായ മനുഷ്യന്മാരുള്ള ഏറ്റവും നല്ല ഹദീസാണെന്ന് മുജാഹിദ് നേതാവ് അൽബാനി പോലും പറഞ്ഞിട്ടുണ്ട്. ആർക്കും പരിശോധിക്കാം, പക്ഷെ അറബി അറിയണമെന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവ പറഞ്ഞു വന്നത് ഇത് അമ്പിയാക്കളുടെ പതിവാണ്. ജാറത്തിൽ പോകലും അവരോട് സഹായം തേടലും ഇതെല്ലാം. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ല. അത് നമ്മളെ ബാലുശ്ശേരി പറയുന്നുണ്ട്. ഈ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു 100 വട്ടം പോലും അള്ളാഹിനെ വിളിക്കാത്തവരാണ്. അതും കൂടി കേട്ടുള്ളൂ, അതിന്റെ ബാക്കി. അപ്പൊ ശരിയോ എന്ന് വെച്ചെടുക്കുമാന. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാർ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാൾ. നോക്കൂ, ഒരു മരിക്കാൻ നേരം പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വിടൂല. മൊയ്തീൻ ശൈഖിനെ വിളിപ്പിക്കും. ഏതായി കൗമ്, ഏതായി കൗമ്? ഖുതുബിയത്തിൽ കാണാ, 1000 വട്ടം എന്നെ ഒഴിഞ്ഞിരുന്ന് വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. 1000 വട്ടം പോയിട്ട് 100 വട്ടം അള്ളാനെ വിളിപ്പിച്ചിട്ടുണ്ടോ ഈ സുന്നി കൗമ്? ഈ ഭയങ്കര ചോദ്യ. 100 വട്ടെങ്കിലും നിങ്ങൾ അള്ളാനെ വിളിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഞങ്ങൾ ദിക്ർ ഹൽഖ നടത്തുമ്പോ അത് ബിദ്അത്താന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് അത് തിരിയോ? ഞങ്ങൾ അള്ളാനെ വിളിക്കുന്നത് നിങ്ങൾ കാണോ? ഞങ്ങൾ അള്ളാനെ വിളിക്കൂലാന്നോ? ഞങ്ങളെ റബ്ബിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു കളിയുമില്ല. ഞങ്ങളെ റബ്ബിനെ ഞങ്ങൾ നന്നായി വിളിക്കും, എല്ലാ സ്ഥലത്തും വിളിക്കും. എന്നാ കേൾക്കണം, നിങ്ങൾക്ക് അള്ളാനെ 100 വട്ടം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളാണ്, സലഫികളാണ് പഠിപ്പിച്ചത്. ഈ ബാലുശ്ശേരി തന്നെ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ 99 വട്ടം ചൊല്ലിയാവോ ഇസ്ലാം എന്ന് പുറത്താണെന്നാ. പിന്നെ എങ്ങനെ 100 വട്ടം ചൊല്ലിയ? കേട്ടോളൂ അയാൾ പറയുന്നത്. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. ശരിക്കും ശ്രദ്ധിച്ചു നിങ്ങള്. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ 99 വട്ടായാലും ഇസ്ലാം എന്ന് പുറത്താണ്. 100 വട്ടായ ദുനിയാവ് തന്നെ പുറത്തോണ വട്ട. പിന്നെ എങ്ങനെ ചങ്ങാതി 100 വട്ടം ചെല്ലുക? അപ്പൊ ഞങ്ങളല്ല അത് പഠിപ്പിച്ചത്, നിങ്ങളാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഇവിടെ എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തും പരിസരത്തുമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ മനസ്സിലേക്ക് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ കാതിലേക്ക് നമ്മൾ ആദ്യം കേൾപ്പിക്കുന്ന ശബ്ദമേതാ? ബാങ്കിന്റെ ശബ്ദം. അങ്ങനെയല്ലേ ഇവിടെ? അല്ലേ? തർക്കണ്ടോയില് ഇല്ല. അതെന്തിനാണ്? ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ആ കുട്ടിയുടെ വലതുകാതിൽ ബാങ്ക് കേട്ടാൽ ആ കുട്ടിക്ക് പിന്നെ പിശാചിന്റെ ശർറുണ്ടാവൂലാന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് ഇബ്ലീസിന് തോന്നി, ഇതിപ്പോ എല്ലാ കുട്ടി ഇങ്ങനെ ബാങ്ക് കേട്ട് ജനിച്ചാല് ഞമ്മക്കാളെ കിട്ടൂല. അപ്പൊ സക്കരിയ സ്വലാഹിയുടെ സമീപത്തിയടുത്ത് ഇബ്ലീസ് എത്തി. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, സംഗതി നിങ്ങൾ ആ ബാങ്ക് ഒന്നും ഇല്ലാതാക്കി തന്നെ. ഈ കുട്ടി വന്ന ഉടനെ ബാങ്ക് കേട്ടാല് അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പൊ സക്കരിയ സ്വലാഹിന്റെ പുതിയ ഫത്വ, അങ്ങനെ ഒരു സുന്നത്തില്ല. കുട്ടിയെ പ്രസവിച്ച ഉടനെ ബാങ്ക് കേൾപ്പിക്കേണ്ടതില്ല. അതൊക്കെ പണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സുന്നത്താണ്. അതുപോലെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. നമ്മളത് സുന്നത്തില്ല, അത് തെളിയിച്ചിട്ടുണ്ട്. കേട്ടോളൂ, സക്കരിയ സ്വലാഹി പറയട്ടെ. ആള് തൊപ്പിയിട്ടത് കണ്ടിട്ട് ആള് മാറി എന്ന് വിചാരിക്കണ്ട. ഗൾഫിൽ പോയപ്പോ തൊപ്പിയിട്ടതാണ്. സാധനം സക്കരിയ സ്വലാഹി തന്നെയാണ്. ഒരു പ്രദേശത്തെ എന്നാൽ ആ പ്രദേശത്ത് ഭൂരിപക്ഷം അനുസരിച്ചാണ് പോലും അവർ വസ്ത്രം ധരിക്കല്. അപ്പൊ പേരോട് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ എന്താ ധരിക്കാൻ? പോട്ടെ. അപ്പൊ ഏതായാലും അയാളെ ഫത്വ നിങ്ങളൊന്ന് കേട്ടു. പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത്, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല, ഒന്നുമില്ല. കുട്ടി ജനിച്ചാല് കുട്ടിക്ക് മധുരം തൊട്ടു കൊടുക്കലുണ്ട്, തഹനീക്ക് എന്ന് പറയും, തേനോ എന്തെങ്കിലും ഒന്ന് അതുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ സുന്നത്ത് കഴിക്കലുണ്ട്. പിന്നെ അപ്പോ പണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ആരാരാ? ഷാഫി ഇമാമ്, നവവി ഇമാമ്, ഗസാലി ഇമാമ്, ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആധുനിക ഫുഖഹാക്കള് അങ്ങനല്ല എന്നാ പറഞ്ഞത്. ആരാ ഈ ആധുനിക സുഫഹാക്കള്? സക്കരിയ സ്വലാഹി, അതുപോലെ മുജാഹിദ് ബാലുശ്ശേരി, ഇവർക്കൊക്കെ തോന്നി അത്രേ അത് സുന്നത്തല്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞു കേട്ടോ, നിങ്ങള് ഇയാൾ പറയാണ്, അതെ ഒന്നൊരു സുന്നത്തുമില്ല, പിന്നെന്താ മധുരം തൊട്ട് കൊടുക്കലുണ്ട്, അത് അടുത്ത കൊല്ലം ഇല്ലാതാക്കും, പിറ്റത്തെ കൊല്ലം മാർഗം കഴിക്കലും ഇല്ലാതാവും, അപ്പൊ ഒറിജിനൽ സലഫിയാവും. അതല്ലേ അതിന്റെ ശരി. അപ്പൊ എല്ലാ സുന്നത്തുകളെയും ഇല്ലാതാക്കിയത് സലഫി പ്രസ്ഥാനമാണ്, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങളെ റബ്ബിനെ വിളിക്കണമെന്ന് പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഔലിയാക്കളോട് സഹായം തേടുന്നത് അത് അമ്പിയാക്കളുടെ പതിവാണ്, ഔലിയാക്കളുടെ പതിവാണ്. ഞങ്ങൾക്കതിൽ തർക്കമേ ഇല്ല എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. ഉസ്താദ് വിഷയം മാറ്റുകയാണ്. ഞാൻ ചോദിച്ചത് ഇസ്തിഗാസയാണ്. അതിന് തെളിവായിട്ട് അനസ് മൗലവിയുടെ ഒരു ക്ലിപ്പ് ഉസ്താദ് ഇട്ടു. ഇത് തെളിവാണെന്ന് പ്രാമാണികമായ ഏതെങ്കിലും പണ്ഡിതന്മാർ അത് തിരിച്ചിട്ട് ഇത് ഇന്ന് നടക്കുന്ന ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഇസ്തിഗാസ തന്നെയാണ് അതിലുള്ളത്. ഞങ്ങൾ ചാറത്തിന്റെ സമീപത്ത് ചെന്ന് ആ നേരെ ഇപ്പൊ എന്താണെന്നറിയും, നിബിതങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു പണ്ഡിതനും കൂടി പറയണമെന്ന് അപ്പൊ അയാൾ പറഞ്ഞു വന്നത്. അപ്പോ ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറയാണ്, എന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഇപ്പൊ ആരാ പറയേണ്ടത്? ഇനി പറയണോ? അത് വേറെ ഞങ്ങൾ കാണിച്ചു തരാം. പറഞ്ഞതുണ്ട്, അത് ഇഷ്ടം പോലുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഹബീബിൽ ഫതാവ ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, അമ്പിയാക്കളും ഔലിയാക്കളും ഖബറിലുള്ളവർ അറിയുമെന്നും അവരോട് സഹായം തേടാമെന്നും ഈ ഹദീസ് അറിയിക്കുന്നു. അതേ വിഷയം ഇമാം ആലൂസി തന്റെ റൂഹുൽ മആനിയിൽ പറഞ്ഞു. അങ്ങനെ അതുപോയി പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ തന്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാർ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ആ ഹദീസ് വ്യക്തമാണ്, അത് തെളിവാണെന്ന് ആലിമീങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് ചോദ്യം മദ്ഹബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നാലിലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ മുസ്ലിമാകൂല എന്നാണോ സുന്നികളുടെ വിശ്വാസം? ഇസ്ലാമിക ലോകത്ത് ഏതെങ്കിലും ഒരു മുജ്തഹിദിനെ തഖ്ലീദ് ചെയ്തേ പറ്റൂ, അതിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ട് പറയും? നിങ്ങൾ അറിവില്ലാത്തവരാണോ? അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് അവരെ തഖ്ലീദ് ചെയ്ത് ജീവിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനും വഴിപ്പെടണം, അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം, പോരാ ഉലുൽ അംറിനും വഴിപ്പെടണം. ആരായി ഉലുൽ അംറ്? ഫിഖ്ഹ് പഠിച്ച പണ്ഡിതന്മാരാണെന്ന് ഇമാം റാസി പറയുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് അറിവില്ലാത്ത നമ്മളേതായാലും അറിവില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഷാഫി ഇമാമൊക്കെ എത്രയാണ് ഹദീസുകളും ആയത്തുകളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല അറിവും വിവേകവുമുള്ള പണ്ഡിതന്മാര് അവർ ഖുർആൻ ഹദീസ് നോക്കിയിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ, അതാണല്ലോ മദ്ഹബ്, അല്ലാതെ അവർക്ക് സ്വന്തം പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം ഒന്നടങ്കം തീരുമാനിച്ച കാര്യമാണ്. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് തർക്കമില്ല, എല്ലാവരും അംഗീകരിച്ചു പറഞ്ഞ ഒരു വിഷയമാണത്. മുസ്ലിം സമുദായം നാലാൽ ഒരു മദ്ഹബ്, ഈ 4 ഇമാമിയങ്ങൾക്ക് ശേഷം അത് സ്വീകരിക്കുക എന്നതിൽ ഐക്യകണ്ഠേന നിന്ന ഒരു വിഷയമാണ്. ആരാവിടെ മദ്ഹബ് സ്വീകരിക്കാത്തവർ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചവരല്ലേ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ? അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് സ്വീകരിച്ചവരാണ് എല്ലാവരും. എത്രത്തോളം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പോലും പറഞ്ഞത് ഞാൻ ഹംബലി മദ്ഹബുകാരനാണെന്നാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഞാൻ ഹംബലി മദ്ഹബുകാരനാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് മദ്ഹബ് സ്വീകരിക്കാത്ത ഒരൊറ്റ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യഥാർത്ഥ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കാൻ അയാൾക്ക് സാധ്യമല്ല. കാരണം അയാൾക്ക് ഖുർആനും അറിഞ്ഞൂടാ, ഹദീസും അറിഞ്ഞൂടാ എന്നുള്ളത് അറിഞ്ഞൂടാ.
അത് ഞാൻ വെറുതെ പറയില്ല. ഇപ്പൊ ബാലുശ്ശേരി ഒന്ന് എടുക്കുമോനെ 170 ഇവരൊക്കെ വിവരം നിങ്ങൾ നോക്ക്. നിങ്ങൾ തീരെ വിവരമില്ലാതെ വിവരമില്ല എന്ന വിവരവുമില്ലാതെ ഞങ്ങൾക്ക് സ്വന്തം ഖുർആനും ഹദീസും ഗവേഷണം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഖുർആനും സുന്നത്തും ഹദീസും ഒക്കെ പഠിച്ച പണ്ഡിതന്മാർ അവർ പറയുന്നത് സ്വീകരിക്കുക. അതാണ് മദ്ഹബ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറൊരു മതം അല്ലാതെ ഇപ്പൊ വലിയൊരു പണ്ഡിതനാണുള്ള ബാലുശ്ശേരി, അയാൾ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇവരൊക്കെ വിവരത്തിന്റെ ആഴമാണ് നമ്മൾ ഇതിലൂടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ നാഗൂരിയിൽ ബൾബൂരി. എന്താ പതി ബൾബൂരിയാണ്. ഈ ജാതി വിവരക്കേട് വിളമ്പുന്ന ആളുകളെ നമ്മൾ എങ്ങനെ പിൻപറ്റും? ഇല്ല. അപ്പൊ ഇവർക്ക് സ്വന്തം ഖുർആൻ ഹദീസ് നോക്കാൻ കഴിയോ? കഴിയൂല. ഇനി ഞാൻ വേറെ വലിയ ആരിനെ കാണിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലോകം അങ്ങനെ തീരുമാനമെടുത്തു. ഇമാം ബുഖാരി പോലും ശാഫി മദ്ഹബിൽ മെമ്പർ ആയിരുന്നു. സഹോദരന്മാരെ, ലോകത്തെല്ലാ പണ്ഡിതന്മാരും എന്താണെന്നറിയോ? എല്ലാവരും മനസ്സിലാക്കി നമുക്ക് ഷാഫി ഇമാമിനെ പോലെ വിവരമില്ല, ഹംബലി ഇമാമിനെ പോലെ വിവരമില്ല. അപ്പൊ വിവരമുള്ളവർ പറയുന്നത് കേൾക്കണം. അതാണ് മദ്ഹബ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ അത് പുതിയ സംഗതിയൊന്നുമല്ല. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ വിവരമുള്ള സ്വഹാബത്ത് പറയുന്നത് അല്ലാത്തവർ സ്വീകരിച്ചു. അന്ന് പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള തഖ്ലീദ് ചെയ്യാം. 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം വിശാലമായ ഈ രൂപത്തിലുള്ള പണ്ഡിതന്മാർ വന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ഷെയ്ഖ് ജീലാനി നോക്ക് നിങ്ങൾ, വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ എന്തുണ്ടായി? അവിടുന്ന് തഖ്ലീദ് ചെയ്തു ഇമാം ഷാഫിഈയെ. കുറച്ചു കഴിഞ്ഞപ്പോ ഇമാം ഹംബലി. അപ്പൊ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതനും ഉണ്ടായിട്ടില്ല. ഇത് നോക്കൂ നിങ്ങൾ. ഈ സ്വീകരിക്കാത്ത ഒരവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു മൗലവി മങ്കൂസ് മൗലദിനെതിരെ സംസാരിക്കാൻ പോകും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവരൊക്കെ മദ്ഹബ് വേണ്ടാന്ന് ഞാൻ ചോദ്യകർത്താവിനെ കുറിച്ചല്ല നിങ്ങൾക്ക് ചോദിക്കാം, മൊത്തത്തിൽ സലഫികളെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങളെ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോടല്ല ഈ പറയുന്നത്. നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥ മുസ്ലിം ആവാൻ 4ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചേ പറ്റൂ. അല്ലാത്തവൻ പേരിൽ മുസ്ലിം ആയിരിക്കാം, ഇസ്ലാമിന്റെ അകക്കാമ്പ് മനസ്സിലാക്കാൻ അവന് കഴിയില്ല. ഇജ്തിഹാദിനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. കഴിയുമെന്ന് തോന്നുന്നത് അബദ്ധമാണ്. കാരണം തോന്നുന്നവരാണ് ഇപ്പൊ കാണിച്ചത്. നീ വേറൊരാളെ കാണിച്ചു. ഇയാൾ സ്വയം മുജ്തഹിദാണ്, പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ് എന്ന് പറഞ്ഞ് ചമയുന്ന ഒരാളാണ്. നമ്മളെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ ഹമീദ് മൗലവി ഒന്ന് കൊണ്ടുപോയ ആളെ. ഇവരൊക്കെ വിവരം നിങ്ങൾ കണ്ടാൽ എന്താണ് ഈ വിഷയത്തിൽ കണ്ടില്ലേ നിങ്ങൾ? ഇയാൾ വന്നിട്ട് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു മങ്കൂസ് മൗലിദ് തെറ്റാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മൗലവി മങ്കൂസ് മൗലിദ് എങ്ങനെ തെറ്റിയ? അത് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയ മൗലിദല്ലേ? ഇയാൾ പറഞ്ഞു പറ്റൂല, തെറ്റാണ്. അപ്പൊ അതെന്താ കാരണം? അതിലുണ്ട് ഒരു വരി, വസ്തഗാസ ബിഹി നൂഹുൻ, നൂഹ് നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് സഹായം തേടി. അപ്പൊ ഈ മൗലവി പറയാണ് അത് തെറ്റാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അതല്ല, ഈ മൗലവി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇയാൾ പറയുമ്പോ തന്നെ ആകെ തെറ്റിപ്പോയി. കാരണം ഇയാൾ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കവും തൂഫാനും ഉണ്ടായി. ആരെ കാലത്താ തൂഫാൻ ഉണ്ടായത്? ലൂത്ത് നബിന്റെ കാലത്താണോ? അല്ല, നൂഹ് നബിന്റെ കാലത്തല്ലേ? അത് നമ്മുടെ മദ്രസയിൽ 2ാം ക്ലാസ്സിലെ കുട്ടിക്കറിയൂലേ? ഈ മൗലവി ഭയങ്കര പ്രസംഗം. ലൂത്ത് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കവും തൂഫാനും ഉണ്ടായി. പ്രസംഗം ഇങ്ങനെ തുടർന്നപ്പോ ഇയാളെ കൊണ്ടുവന്നൊരു സംഘാടകനുണ്ട്. മെല്ലെ തോണ്ടിയിട്ട് പറഞ്ഞു, മൗലവി എന്താ അതൊക്കെ പ്രസംഗം? അത് ലൂത്ത് നബി അല്ലെങ്കിൽ നൂഹ് നബിയാണ്. സംഘാടകൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇയാൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, അത് ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബിയാണ്. പക്ഷെ ഉടനെ പറഞ്ഞു, അല്ലല്ല, അല്ല, അത് ലൂത്ത് നബി തന്നെയാകുന്നു. പറഞ്ഞു കൊടുത്തിട്ടും സ്വീകരിക്കണില്ല. വിവരത്തിന്റെ ആഴാത്. ഇവരെല്ലാം കൂടിയാണ്ട് ഇജ്തിഹാദ് ചെയ്താ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് പിന്നെ ഭയങ്കര പ്രസംഗം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വനജൈനാഹു, ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി. അല്ലാഹു പറഞ്ഞു നൂഹ് നബിയെ രക്ഷപ്പെടുത്തിനാണ്. പിന്നെ ലാസ്റ്റ് ഇയാളെ ഫത്വ, ഇതിനെതിരിൽ വിശ്വസിച്ചവൻ കാഫിറാണ്. പിന്നെ വേഗാവുമല്ലോ. അവസാനം ഇവരെ വിവരത്തിന്റെ ആഴം. പിന്നെ ഇയാള് പെടുന്നത് എപ്പോഴാണെന്നറിയും? ആ മങ്കൂസ് മൗലിദ് ഇങ്ങെടുത്ത്. അപ്പൊ അതിലെന്താണുള്ളത്? വസ്തഗാസ ബിഹി, മുഹമ്മദ് നബി തങ്ങളോട് സഹായം തേടി. ലൂത്തുന്നല്ല അതിലുള്ളത്, നൂഹുന്ന് വായിച്ച് പിന്നെ മിണ്ടണില്ല. പിന്നെ മേപ്പെട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. സ്തംഭിച്ചു പോയാണ്. അപ്പൊ സംഘാടകൻ പറഞ്ഞു, ചങ്ങ എന്നോട് നേരത്തെ തന്നെ പറയില്ല നൂഹ് നബിയാണ്, പിന്നെ ലൂത്ത് നബി എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാളെ എഴുന്നേറ്റ് പറയുന്നത്, എനിക്ക് അതിനൊന്നും കഴിയൂല, ഞാൻ വെറുതെ വന്ന് പെട്ടതാണ്. സംഗതി അങ്ങനെയാണ്. ഇത് കേരളത്തിലെ വലിയ ജംഇയ്യത്തിന്റെ നേതാവായവരെ അല്ല, ആലിമുൽ അല്ലാമ ഷാഫി ഇമാമ് വേണ്ട, ഹംബലി വേണ്ട, മാലിക് മദ്ഹബിയൊന്നും വേണ്ട, ഞാൻ ഒറ്റക്ക് മതി എന്ന് പറയുന്ന മുജ്തഹിദിന്റെ കഥയുണ്ട്. നിങ്ങളൊന്ന് നോക്കി ആ സംഭവം. മങ്കൂസ് മൗലിദിന്റെ മുന്നിൽ പിടയുന്ന മൗലവി ഒന്ന് കണ്ടോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാ രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വെയ്യ വയസ്സനായി, 60 വയസ്സോളായി. അപ്പൊ ഇയാളൊക്കെ ഒന്നും പരിപാടിക്കോൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ എല്ലാരും മനസ്സിലാക്കിയ ശബ്ദം വല്ലാതെ ഉയരണ്ട. വളരെ ഈ പൊട്ടത്തറ ഇവരൊക്കെ ഷാഫിമാമ് വേണ്ടാന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അത് ഞമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് 4 ഒരു മദ്ഹബ് സ്വീകരിക്കണമെന്നാണ് ചോദ്യകർത്താവിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മദ്ഹബ് ഏതാണ്? ഈ 4 ഏതാണ്? അത് നിങ്ങളെ ചോദ്യം പ്രസക്തമാണെങ്കിൽ അപ്രസക്താണത്. അത് സാധു മനസ്സിലാക്കി. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുജ്തഹിദാണ്. മുജ്തഹിദായ ഒരാൾക്ക് തഖ്ലീദ് ചെയ്യേണ്ട കാര്യമില്ല. തഖ്ലീദ് ചെയ്യേണ്ടത് വിവരമില്ലാത്ത ആളുകളാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഷാഫി ഇമാമിനെ പിൻപറ്റിയോന്നാണ് ചോദിക്കുന്നത്. മുമ്പ് ഞാനേ ഇപ്പോ ഷാഫി ഇമാമെന്ന് ജനിച്ചിട്ടുണ്ടല്ലോ, ശേഷം വന്നതല്ലേ. പണ്ടൊരു മുഖാമുത്രി എന്നപ്പോ ഒരാൾ ചോദിച്ചു, നബിതങ്ങളുടെ കാലത്ത് നബിയുടെ ഖബറിന് മുകളിൽ കുബ്ബയുണ്ടായിരുന്നോ? ഒരാൾ ചോദിച്ചതാ. ചോദ്യം മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബുണ്ടോന്ന്? അന്ന് ഖബറിനല്ല, പിന്നെ എങ്ങനെ കുബ്ബുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 ഒരു മദ്ഹബ് സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ അന്ന് ഹനഫി ഇമാമും ഷാഫി ഇമാമും ഹംബലി ഇമാമും ഇല്ലല്ലോ. പിന്നെങ്ങനെ തഖ്ലീദ് ചെയ്യാ? അവ സഹോദര, അവിടെ തഖ്ലീദിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം മുജ്തഹിദാണ്, സ്വഹാബിയാണ്, സ്വാലിഹീങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് ഷാഫി ഇമാമിനേക്കാൾ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ. അവിടത്തേക്ക് ഒരു മദ്ഹബിനെ തഖ്ലീദ്, അത് ഒന്നും അങ്ങനെ തന്നെ നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്ത് വലിയ ഒരു പണ്ഡിതൻ, 4 മദ്ഹബിലും കഴിവുള്ള വലിയ ഒരു പണ്ഡിതനാണെങ്കിൽ ഷാഫി ഇമാമിനെ പോലെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് മദ്ഹബ് സ്വീകരിക്കണ്ട. ഒരു മുജ്തഹിദാണ്, അവർക്ക് സ്വന്തം മദ്ഹബ് സ്വീകരിക്കാം. പക്ഷെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരാൾ വന്നില്ല. പിന്നെ മുജ്തഹിദാന്ന് പറഞ്ഞു വന്നവർക്ക് ലൂത്ത് നബിയും നൂഹ് നബിയും തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായി നമുക്ക് പറയാനുള്ളത് സിദ്ദീഖ് തങ്ങളുടെ മദ്ഹബ്, അദ്ദേഹം ഒരു മുജ്തഹിദാണ്, ഗവേഷണം കഴിയുന്ന പണ്ഡിതനാണ്. അതുകൊണ്ട് വേറൊരു മദ്ഹബ് സ്വീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് മദ്ഹബ് സ്വീകരിച്ചാൽ പോരെ, പിന്നെ എന്തിനാ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നത്? അതല്ലേ ഉത്തരം. അതിനൊക്കെ നമ്മൾ ഉത്തരം പറയും. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അതായത് 4 മദ്ഹബ് എങ്ങനെയായി എന്നാണ് ചോദ്യം. സിദ്ദീഖ് മദ്ഹബ് സ്വീകരിച്ചുകൂടെ? കറക്റ്റ്. ആ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് റസൂലുള്ളാഹിന്റെ വാക്കും ഖുർആനും കേട്ടിട്ടാണ് ഇമാം ഷാഫിഈയും ഇമാം അഹ്മദ് ഇബ്നു ഹംബലും ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫ ഇമാമും അവരുടെ മദ്ഹബുകൾ രൂപപ്പെടുത്തുന്നത്. അപ്പൊ സ്വഹാബത്തിന്റെ അഭിപ്രായവും റസൂലുള്ളാഹിന്റെ വാക്കും ഖുർആനും എല്ലാം ഒത്തുചേർന്ന മദ്ഹബാണ് ഈ 4 മദ്ഹബുകൾ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവരാണ് മദ്ഹബിനെ കൃത്യമായി രേഖപ്പെടുത്തിയത്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, സിദ്ദീഖ് തങ്ങളെ മദ്ഹബ് എന്ന നിലക്ക് അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. രേഖപ്പെടുത്തപ്പെട്ടത് ഈ 4 മദ്ഹബുകളാണ്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായം ഈ 4 ഒരു മദ്ഹബിനെ സ്വീകരിക്കാനുള്ള കാരണം. ഇമാം ഷാഫി പറഞ്ഞ ഒരു കാര്യത്തിന് നേർവിപരീതമായി സ്വഹീഹായ ഒരു ഹദീസ് ലഭിച്ചാൽ ആ ലഭിച്ച വ്യക്തി സ്വഹീഹായ ഹദീസ് പ്രകാരമാണോ അതല്ല ഹദീസിനെതിരായിട്ട് ഷാഫി ഇമാം പറഞ്ഞ പ്രകാരമാണോ ചെയ്യേണ്ടത്? എന്താ ഷാഫി ഇമാം പറഞ്ഞ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഒന്നുകൂടി പറയാതെ. സഹീഹ് ഹദീസിനെതിരായി ഇമാം ഷാഫി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഹദീസിനെതിരായിട്ട് ഷാഫി ഇമാം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണോ? അങ്ങനെ വാദമുണ്ടോ? അങ്ങനെയല്ല, ഷാഫി ഇമാം പറഞ്ഞത് പറയൂ, അപ്പോ നമുക്ക് ബാക്കി പറയാം. ഇമാം ഷാഫി തങ്ങള് ഒരു ഹദീസിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? അങ്ങനെയല്ല മോനെ ഞാൻ ചോദിച്ചത്. ഷാഫി ഇമാം പറഞ്ഞത് എന്താന്ന് നിങ്ങൾ പറയും. കുങ്കുമം പൂശിയ വസ്ത്രം ധരിക്കുക. അതല്ല ഇത് പറയും. ഷാഫി ഇമാം എന്താണ് പറഞ്ഞത് എന്ന് പറ. കുങ്കുമം പൂശിയ വസ്ത്രം ധരിക്കുക. ആ വിഷയം പറയുന്നത് നിങ്ങൾ പറഞ്ഞത് പൂർത്തിയാക്കി. ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, അതല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. എന്റെ വാക്കിനെതിരെ ഹദീസ് കണ്ടാൽ അത് സ്വീകരിക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. ഷാഫി തങ്ങള് ഒരു കാര്യം പറഞ്ഞു, അതിനെതിരെ സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. ഷാഫി ഇമാമിന്റെ മദ്ഹബിലുള്ള വ്യക്തി അതിനെതിരെ ഒരു ഹദീസ് കാണുന്നുള്ള സാധ്യത തന്നെയല്ല. നിങ്ങൾ ആകെ വിചാരിച്ചത് മാറിപ്പോയി. കാരണം എന്താണെന്നറിയൂ, ഞാൻ ചോദിക്കുന്നത് ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് ഷാഫി ഇമാം പറഞ്ഞാണ് ഇപ്പൊ ഇയാൾ കാരണമായിട്ട് പറയുന്നത്. അങ്ങനെ ഇമാം ഷാഫി പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി അതൊന്ന് പറയും. അങ്ങനെ ഷാഫി ഇമാം പറഞ്ഞു? ആ വിഷയമല്ല, അതന്നെ വിഷയം. ഷാഫി ഇമാം പറയാണെന്ത്, ഞാൻ പറഞ്ഞതിനെതിരെ ഒരു ഹദീസ് കണ്ടാൽ അത് നിങ്ങൾ സ്വീകരിച്ചോ, എന്റെ വാക്ക് തള്ളിക്കോ. ഇത് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടില്ല. ഒരു സഹിയായ അല്ലല്ല, പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പറയും. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ആരോടാ പറഞ്ഞത്? അവിടെ വിഷയം. അത് ആരോട് പറഞ്ഞു? ആരോടാ ഷാഫി ഇമാം പറഞ്ഞത്? ഷാഫി ഇമാം പറഞ്ഞത് അത് ആരോട് പറഞ്ഞു? ഞാൻ ചോദിക്കുന്നു. അതന്നെ ചോദ്യം. അതായത് ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഷാഫി ഇമാം പറയാണ്, ഞാൻ പറഞ്ഞതിനെതിരെ ഹദീസ് കണ്ടാൽ അത് ഒഴിവാക്കി, എന്റെ വാക്ക് ഒഴിവാക്കി ഹദീസ് സ്വീകരിക്കണം. ഇത് നമ്മളോട് പറഞ്ഞതാണോ അത് ആരോടാണിത് പറഞ്ഞത്? ഞാൻ എന്റെ ദർസിലെ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് നാളെ വരുമ്പോ എഴുതി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ മൊത്തം എഴുതി കൊണ്ടുവരേണ്ട കാര്യമില്ല, കുട്ടികൾ എഴുതി കൊടുത്താൽ മതി. അപ്പൊ ആരോടാണ് ഷാഫി ഇമാം ഇത് പറഞ്ഞത്? നിങ്ങളൊന്ന് പറ, ആരോടാ പറഞ്ഞത്? അല്ല ഇത് പറയും. ഇത് ഷാഫി ഇമാം ആരോട് പറഞ്ഞു? ഷാഫി ഇമാം ആരോട് പറഞ്ഞാലും അല്ല അത് പറ്റൂല. ആരോടാണിത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അല്ല ഇത് പറയും. ആരോടാണിത് പറഞ്ഞത്? അതെനിക്ക് പറയാൻ കഴിയില്ല. എന്നാ കേട്ടോ, ഞങ്ങൾ പറഞ്ഞു തരാം. അത് പറഞ്ഞത് ലിമൻ ലഹു റുതുബത്തുൽ ഇജ്തിഹാദ്. പഠിച്ചു വെച്ചോളൂ, കൃത്യമാണ്. ഇജ്തിഹാദിന്, ഗവേഷണത്തിന് കഴിവുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് സ്വീകരിക്കണ്ട, നിങ്ങൾ വേറെ നോക്കിക്കോ. അത് നമ്മളോട് പറഞ്ഞതല്ല. അത് ഇമാം നബവി അതാ പറയുന്നു. കേട്ടോ, ഞാൻ വായിച്ചു തരാം. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ ഒരു വാക്ക് നിങ്ങൾ എവിടെന്നോ കണ്ടു. എന്നിട്ടിതാ ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, എന്റെ വാക്കിനെതിരെ ഹദീസ് കണ്ടാൽ അത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വായിക്കുമെന്ന് കണ്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശർഹുൽ മുഹദ്ദബിന്റെ 1-ാം പാഠ്യത്തിന്റെ 162-ാമത്തെ പേജിലതാ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഏതെങ്കിലും ഒരാള് ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസ് എടുത്ത് ഇത് ഷാഫി ഇമാമിനെതിരാണ് എന്ന് പറയലല്ല ശരി. കേട്ടോളൂ, അവിടുന്ന് പറയാണ്, ഷാഫി ഇമാം ഈ പറഞ്ഞത് ലിമൻ ലഹു റുതുബത്തുൽ ഇജ്തിഹാദ്. അതെ, ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാരോടാണ്. കേട്ടോ ഇമാം നബവിയുടെ വാക്ക്. വഹാദല്ലദീ ഖാലഹു ശാഫിഈ ലൈസ മഅനാഹു. ഷാഫി ഇമാം ഈ പറഞ്ഞതിന്റെ അർത്ഥമല്ല അന്ന കുല്ല ഹദിൻ റആ ഹദീസൻ സ്വഹീഹ, സ്വഹീഹായ ഹദീസ് കണ്ട ഒരാൾ ഖാല ഹാദാ മദ്ഹബു ശാഫിഈ വഅമില ബിദാഹിരിഹി. എന്നിട്ട് ഇതിന്റെ അതല്ല, വഇന്നമാ ഹാദാ, ഇത് ഷാഫി ഇമാം പറഞ്ഞത് ഫീമൻ ലഹു റുതുബത്തുൽ ഇജ്തിഹാദ്, ഗവേഷണത്തിന് കഴിവുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞതാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബലിനെ പോലെ വലിയ ആളുകളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, അങ്ങക്ക് ഇജ്തിഹാദിന് കഴിയോലോ, അപ്പൊ നിങ്ങൾ ചെയ്തോ. അല്ലാതെ ഇപ്പൊ ലൂത്ത് നബിൻ നൂഹ് നബിൻ തിരിച്ചറിയാത്തവരോട് എങ്ങനെ ഷാഫി ഇമാം പറയോ നിങ്ങൾ എന്റെ കൗല ഒഴിവാക്കിക്കോ? പറയൂല. അപ്പൊ സഹോദരന്മാരെ, ഷാഫി ഇമാം അത് പറഞ്ഞത് നമ്മളോടല്ല, അപ്പറഞ്ഞത് ഇമാമീങ്ങളോടാണ് എന്ന് മനസ്സിലാക്കണം. അവരത് ചെയ്തിട്ടുണ്ട്. അതിനാണ് ബഹുമാനപ്പെട്ട ഇമാം നബവിയും ഇമാം റാഫിഈയും റളിയല്ലാഹു അൻഹും അവർ ജീവിച്ചത് എന്നതിനാണ്. ശാഫിഈ മദ്ഹബിനെ തഹ്രീർ ചെയ്തു, അവർ രേഖപ്പെടുത്തി. അപ്പൊ ഒരു സംഗതി പഠിക്കുമ്പോൾ ആരോട് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു. സുന്നികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കിതാബുകൾ വരുമ്പോൾ അത് ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കുന്നത് ശരിയാണ്? എങ്ങനെ ഒരു ചോദ്യം. എന്താണ് സുന്നികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കിതാബുകളിൽ ഉണ്ട്, അത് ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കുന്നത് ശരിയാണോ അല്ലേ? പടച്ചോനെ, സുന്നികൾക്ക് ഇഷ്ടമില്ലാത്തത് ഇബ്നു തൈമിയ്യയുടെ കിതാബിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം അയാള് അതിന്റെ ആളാണല്ലോ. സുന്നികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. സുന്നി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റസൂലും പഠിപ്പിച്ചത് വിശ്വസിക്കുന്നതാണ്.
അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരു കിതാബിലുണ്ടാവൂല. ഒരുപക്ഷെ നിങ്ങൾ അർത്ഥം വെച്ചെടുത്ത് തെറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇമാമിങ്ങൾ അതിന് നൽകിയ വിശദീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ അതിന്റെ മറുപടി. തഫ്സീർ ജലാലയിന്റെ പരിഭാഷ, ആ പരിഭാഷയിൽ ചില വിഷയങ്ങൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. ഉദാഹരണം കുനൂത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത് കൂമൂലില്ലാഹി ഖാനിത്തീൻ എന്ന ആയത്ത്, അതിന്റെ വിശദീകരണം പറഞ്ഞെടുത്ത് കുല്ലു കുനൂത്തിൻ ഫിൽ ഖുർആനി ഹുവ താഅത്തുൻ. അതുകൊണ്ട് ആ തഫ്സീറിന്റെ പരിഭാഷയില് ആ ഭാഗം വിട്ടുവെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. തഫ്സീറിന്റെ പരിഭാഷയില് ആ പരിഭാഷ ആരതാണ്? സുന്നികൾ ഇറക്കിയ പരിഭാഷയാണ്. ഏതാ പറയാ? ആരാ എഴുതിയ പരിഭാഷ പറയും? വല്ല സലഫി എഴുതിയതാണെങ്കിലോ പറ. ആരാ എഴുതിയത്? ആരെഴുതിയ പരിഭാഷയിലാണുള്ളത്? ഹുസൈൻ സലഫി എഴുതിയ പരിഭാഷയിലാണോ? സുന്നികളെ പരിഭാഷയാണ്. ആരെഴുതിയ ആളെ പറ. സുന്നി പറഞ്ഞാൽ ആരെങ്കിലും സുന്നിയാവും? ആരായതെന്ന് പറയാൻ കഴിയില്ല. അതായി പറയുന്നത്. അപ്പൊ എന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? ഖൂമൂലില്ലാഹി ഖാനിതീൻ. ഇതിന് പല അർത്ഥമുണ്ട് സുഹൃത്തെ, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അതിന്റെ ഒരർത്ഥാണ് നിങ്ങളാ പറഞ്ഞത്, ഏത് ത്വാഅത്ത്, അള്ളാഹ്ക്ക് വഴിപ്പെടുക എന്നുള്ളത്. വേറൊരർത്ഥം, അതിനാണ് എല്ലാ തഫ്സീറും പഠിക്കണം എന്നറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉള്ളത് അങ്ങോട്ട് പറയും.